ഹായ് ഹലോ പത്രം മാറ്റിൻ്റെ നെക്സ്റ്റ് വീക്ക് സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നവ്യാണെങ്കിൽ നിർമ്മലിനോട് പറയുന്നുണ്ട്, എൻ്റെ ഒരു ഉദ്ദേശം നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് വരുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്ന് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അബിയോട് പറഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നു കണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ അബിയോട് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇതേ സമയത്ത് നന്ദുവിനെ കാണിക്കുകയാണ്. നന്ദു ആണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അനി വിളിച്ചപ്പോൾ തന്നെ അനീനെ അപ്പോൾ തന്നെ അനാമികയെ വിളിക്കുകയും ഫോൺ കട്ടാക്കുകയും ചെയ്തല്ലോ. അങ്ങനെ അനിയുടെ മനസ്സും നന്ദുയുടെ മനസ്സിലും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ രാത്രിയിൽ നമ്മുടെ കനകം പോയി നോക്കുന്ന സമയത്തോളം നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ കനകം വന്നിട്ട് ഗോവിന്ദനോട് പറയാണ്, എന്തൊക്കെയാണേലും അവളുടെ മനസ്സിൽ നിന്നും ആയില്ല ഗോവിന്ദേട്ട, ആദ്യമായിട്ടാണ് അവളൊരാളെ പ്രണയിക്കുന്നത് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് അവളുടെ മനസ്സിൽ ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ നന്ദൂട്ടൻ ഇങ്ങനെയൊന്നും ആവില്ല എന്ന് പറയുന്നുണ്ട്. അനിയുടെ മനസ്സിലും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അന്ന് അനന്തപുരി പോയപ്പോൾ തന്നെ അനിയനെ നമ്മൾ കണ്ടതല്ലേ, അനിയുടെ മുഖഭാവം ആകപ്പാടെ തകർന്നിരിക്കുകയായിരുന്നു. നന്ദുവിനെ അവൻ ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ്റെ മനസ്സിലും നന്ദു ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് എനിക്ക് പേടി. ഇനി രണ്ടുപേരും എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുമെന്ന് ചോദിക്കുമ്പോൾ, നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല, നമ്മുടെ മോള് ഒരു കാരണവശാലും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാവാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് നന്ദു വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞിട്ട് അനി വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഫോൺ വിളിക്കുമ്പോഴേക്കും നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വരാമോ എന്ന് ചോദിക്കുകയാണ്. വീട്ടത്തേക്ക് രാത്രി ഇറങ്ങി വന്ന സമയത്ത് അനി പറയാണ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നന്ദു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നന്ദുവും പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അനി, നിന്നെ അങ്ങ് വിട്ടുകളയാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷെ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അനി പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് നമ്മുടെ സന്തോഷം കളയുന്നത്? ജീവിതകാലം മുഴുവനും ആ അനാമികയെ കെട്ടി നിന്നെ മനസ്സിൽ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് നീ തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒളിച്ചോടാം എന്നവർ പറയുകയാണ്. അതറിഞ്ഞ ഞാൻ അനന്തപുരി പൊട്ടിത്തെറിക്കില്ലേ, ഇവിടെയും ആൾപ്പാട് വിഷയമാവില്ലെന്ന് നന്ദു ചോദിക്കുമ്പം, അതൊക്കെ നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാം, കുറച്ച് നാളെ തന്നെ അതൊക്കെ കാണുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അന്ന് രാത്രിയിൽ രണ്ടുപേരും അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നുണ്ട്. അങ്ങനെ രാവിലെ വന്നിട്ട് കനകം നന്ദുവിനെ നോക്കുന്നില്ല. നന്ദു താമസസ്ഥാനിൽ എഴുന്നേക്കാറ്, അതുകൊണ്ട് തന്നെ അവളുടെ മുറിയും നോക്കുന്നില്ല. വന്ന് കഥ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അനീനെയാണ്. ആ അനിമോനോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനിയുടെ പുറകിൽ നിന്നിട്ട് സാരിയെ കൊടുത്ത് കല്യാണ വേഷത്തിൽ രണ്ടുപേരും നീങ്ങി നിൽക്കുന്നുണ്ട്. നന്ദുവിനെ അനീനെ കല്യാണമാലയും താലിയൊക്കെ ആയിട്ട് കണ്ടപ്പോൾ അങ്ങ് വായും പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ കനക. അവൾ ആകെപ്പാടെ പേടിച്ചാറിണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് കനകം ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അതൊരു സ്വപ്നം മാത്രമാണ് കേട്ടോ. തമിഴിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. തമിഴിലത് സ്വപ്നം മാത്രമാണ്. അങ്ങനെ തന്നെയാണ് മലയാളത്തിലും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടത് സ്വപ്നമാകാൻ തന്നെയാണ് 101% ചാൻസ്. അങ്ങനെ നന്ദൂട്ടാന്ന് വിളിച്ചുകൊണ്ട് അവൾ കാറി എഴുന്നേൽക്കുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഞാൻ ഈ കണ്ടത് സ്വപ്നം മാത്രമായിരിക്കണേ എന്ന് പറയാണ്. ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പം, ഞാനൊരു സ്വപ്നം കണ്ടു ഗോവിന്ദേട്ടാ. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അനിയും നന്ദും കൂടെ കൂടിയിട്ട് മാലയും താലിയൊക്കെ ആയിട്ട് വന്ന് വാതിക്കെ നിൽക്കുന്നത്. ഞാൻ എന്തായി ചെയ്തതെന്ന് ചോദിച്ചപ്പം അനി പറയാണ്, നന്ദുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല, എനിക്ക് നന്ദുവാണ് വലുതെന്നും പറഞ്ഞിട്ട് അവളെയും കൊണ്ട് അകത്തേക്ക് കയറുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പം, ആ സ്വപ്നം നീ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും കാണാൻ പാടില്ല എന്ന് പറയാണ്. നിങ്ങളിങ്ങനെ വന്നേ നന്ദുവിനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോയിട്ട് നന്ദുവിനെ നോക്കുമ്പം അവൾ നല്ല ഉറക്കമായിരിക്കും. നമ്മുടെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നീ അതൊന്നും ഓർത്ത് പേടിക്കണമെന്ന് പറയുമ്പം പറയാൻ പറ്റില്ല. അവളുടെ മനസ്സ് ആകെപ്പാടെ കലങ്ങിക്കിടക്കുക. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അവൾക്ക് പോലും അറിയില്ല. അതുകൊണ്ട് അവളെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ വേണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നവ്യ നയന അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നയനോട് പറയാണ്, കുറച്ച് പ്രശ്നമുണ്ട്, ഇതുപോലെ നിർമ്മൽ എനിക്ക് ഫോട്ടോസൊക്കെ അയക്കുകയാണ്, ഇത് കണ്ടോ മോർഫിയുടെ ഫോട്ടോസാണ്, അതുപോലെ തന്നെ മെസ്സേജൊക്കെ അയക്കുകയാണെന്ന് പറയുമ്പം, എന്താ ചേച്ചി ഇതൊക്കെയും ചോദിക്കുകയാണ്. സത്യമായിട്ട് നയന, എനിക്കൊന്നും അറിയില്ല, അവൻ എങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോസും ആ മെസ്സേജസും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ആദർശത്തോട് പറയണമെന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാണ്, വേണ്ട, അറിഞ്ഞാൽ ആദർശ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാക്കില്ല, ശരിക്കും ഞാൻ ആദർശനെ കാണിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്നാലും ഇപ്പം വേണ്ട, നമുക്ക് പിന്നീട് കാണിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവനിങ്ങനെ വിളിച്ചിട്ട്
നിർമ്മൽ ഇങ്ങനെ വിളിച്ചിട്ട് നവ്യയോട് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ ഗേറ്റിന് പുറത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും നവ്യ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇത് ആദർശ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിക്ക് അറിയാലോ ഇവള് പുറത്തേക്ക് പോവാണെന്ന്. അപ്പോൾ അബി മനഃപൂർവ്വമായിട്ടും ആദർശിനെ വിളിച്ച് കാണിക്കുകയാണ്. ആദർശേട്ടാ ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട്, കണ്ടില്ലേ അവൾ ചെയ്ത പ്രവൃത്തി കണ്ടില്ലേ, അവളുടെ കള്ളക്കാമുകന എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഇതേ സമയത്ത് അവനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നയന അങ്ങോട്ട് ഇറങ്ങി ഓടുവാണ്. ചേച്ചി എന്ത് പണിയാണ് കാണിച്ചത്, എന്തിനാ അവൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നയന അങ്ങോട്ടേക്ക് പോയിട്ട്, നീ എന്താടാ വിചാരിച്ചത്, നീ വിളിച്ചാൽ ഇറങ്ങി വരുന്ന പെണ്ണായി എൻ്റെ ചേച്ചിയെന്നോ, നിന്നെ ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് പിടിപ്പിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നിർമ്മൽ പേടിച്ചോടുന്ന് ഓടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട്, കൊള്ളാം ചേട്ടത്തിൻ്റെ ബിസിനസ് വന്നിട്ട് കൊള്ളാം എന്നൊക്കെ പറയുമ്പം ആദർശേട്ടാ സത്യമായിട്ടും ഇതൊന്നും അല്ല കാര്യം, ആ നിർമ്മൽ ഉണ്ടല്ലോ ഇവളുടെ കോളേജ് ഫ്രണ്ടാണ്, അന്നേ ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ചേച്ചിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതങ്ങ് മാറി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചിക്ക് കുറേ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്ത് അയച്ചു, അതുപോലെ തന്നെ ചേച്ചിയുടെ ഫോണിലേക്കൊക്കെ വിളിച്ച് ശല്യപ്പെടുത്തുകയെന്നും പറഞ്ഞിട്ട് ഫോണിലുള്ള മെസ്സേജും വോയിസും അവൾ തിരിച്ചയച്ച മെസ്സേജൊക്കെ കാണിക്കുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടാ സത്യമായിട്ട് ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ മനഃപൂർവ്വമായിട്ട് എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്, ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇതേ സമയത്ത് പിറ്റേ ദിവസം അബി ഓർക്കാണ്, എന്തായാലും ഈ കാര്യം ആദർശം അറിഞ്ഞല്ലോ, ആദർശം അറിഞ്ഞിട്ടും നയന അവനെ അനുനയിപ്പിച്ച് കയറ്റിക്കൊണ്ട് പോയെങ്കിൽ ഈ വിവരം അവർ മൂന്നുപേരും തനിയെ ഒതുക്കാനുള്ള പ്ലാനാണ്, അങ്ങനെ പറ്റില്ല എല്ലാവരും അറിയണമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അബിയാണെങ്കിൽ പോയിട്ട് കുറേ മോർഫ് ചെയ്ത ഫോട്ടോസും ഒക്കെ ആയിട്ട് കള്ളും കുടിച്ചുകൊണ്ട് അനന്തപുരിയിലേക്ക് കയറി വന്നിട്ട് ഇരിക്കുന്നുണ്ട് ഹാളിൽ. അയ്യോ അബിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് എല്ലാവരും അബിയുടെ ചുറ്റും കൂടുമ്പോഴേക്കും, നീ എന്താടാ മദ്യപിച്ചിട്ടാണോ വീടിനുള്ളിലേക്ക് കയറിയെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അതെ ഞാൻ മദ്യപിച്ചു, ഞാൻ ഫുള്ളായിട്ട് മദ്യപിച്ചു, അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. മൂർത്തി ചോദിക്കുകയാണ്, നിനക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടെങ്കിൽ ഈ അനന്തപുരിയിലേക്ക് നീ മദ്യപിച്ച് കയറി വരും എന്ന് ചോദിക്കുന്നുണ്ട്. ഓഹോ അതാണ് ഇപ്പം ഞാൻ ചെയ്ത തെറ്റ്, എൻ്റെ ഭാര്യ ചെയ്യുന്നതൊന്നും നിങ്ങൾ ആരും അറിയുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ആ ഫോട്ടോസൊക്കെ എല്ലാവരും മുഖത്തേക്ക് അവനിങ്ങനെ വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോ എല്ലാവരും എടുത്ത് നോക്കുമ്പോഴേക്കും എല്ലാവരും അങ്ങ് ഷോക്കാവാണ്. കാരണം നവ്യേനെയും മറ്റേ പയ്യനെയും വെച്ചുകൊണ്ടുള്ള മോശമായിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ അതെല്ലാം. അത് കാണിച്ചിട്ട് അവൻ ചോദിക്കുകയാണ്, കണ്ടില്ലേ എല്ലാവരും ഇപ്പോൾ കണ്ടില്ലേ, എല്ലാവർക്കും തൃപ്തിയായില്ലേ, ഇതാണ് എൻ്റെ ഭാര്യ, ഇന്നലെ രാത്രി അവനോട് വന്നിരുന്നു, അപ്പോൾ രാത്രി ഇവൾ ഇറങ്ങിച്ചെന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയണം, അല്ല ഇതൊന്നും അല്ല സത്യം മുത്തശ്ശ, സത്യമായിട്ട് എനിക്ക് അവനെ എൻ്റെ കോളേജ് ഫ്രണ്ടാണ്, അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞതുവാ. വിവാഹശേഷം ഇത്രയും കാലം ശേഷം ഇപ്പോൾ അവൻ വിളിച്ചിട്ട് അവൻ്റെ കൂടെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞ് മോശമായിട്ടൊന്ന് സംസാരിക്കുക, കുറേ മോർഫിയുടെ ഫോട്ടോസൊക്കെ അവൻ അയക്കുക, സത്യമായിട്ട് ഞാനിതിലൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് പറയാൻ കേട്ടോ, നവ്യ പറഞ്ഞ മൊത്തം സത്യ, കാരണം ആദ്യത്തെ ഫോട്ടോസ് വന്നപ്പോൾ തന്നെ നവ്യ ഞാൻ ഇത് കണ്ടതാ, അപ്പോൾ നവ്യോട് ഇതൊക്കെ പറഞ്ഞതാ, ഇനി എന്തെങ്കിലും അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതുവാണെന്ന് പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് മുത്തശ്ശി പറഞ്ഞ വാക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ ഫോട്ടോസൊക്കെ ആദർശിനെ നയന കാണിക്കുന്നുണ്ട്. അങ്ങനെ നയനയും ആദർശവും കൂടെ കൂടിയിട്ട് സഹായിക്കണമെന്ന് നയന ആദർശനോട് പറയാണ്. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് സത്യാവസ്ഥ അറിയണം, ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അബി ചോദിക്കുകയാണ്, ഓഹോ അപ്പോൾ എനിക്ക് യാതൊരു വിലയില്ലല്ലേ, ഇവളെ ഇപ്പം തന്നെ ഇവിടുന്ന് ഇറക്കി വിടണം, എനിക്കിനി ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, മറ്റൊരു പുരുഷനോട് നടക്കുന്ന ഇവളെ ഞാൻ ഇനി എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് നവ്യ തലയിറങ്ങി താഴെ വീഴുന്നത്. അപ്പോൾ തന്നെ അനന്തപുരിക്കാർ ഡോക്ടറെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടറെ വിളിക്കുമ്പോൾ വലിയൊരു ട്വിസ്റ്റ് അവിടെ റിവീൽ ആവുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നും ഇപ്പോൾ പറഞ്ഞ ഈ കംപ്ലീറ്റ് സ്റ്റോറി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാനിന്ന് ഷോർട്ടായിട്ട് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്കമ്മിങ് ആയിട്ട് വരാൻ പോകുന്ന സ്റ്റോറീസ് എല്ലാം ലെങ്തി ആയിട്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇതുപോലും മിസ്സാവാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.